ഹായ് ഡിഫൻസ് ആസ്പിറൻസ് ജോയിൻ ഇന്ത്യൻ ഫോഴ്സസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അപ്ഡേറ്റ് SSCയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. അതായത് ഒരു മോക്ക് ടെസ്റ്റിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ ഫസ്റ്റായിട്ട് SSC GD എക്സാം എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് SSC തന്നെ ഒരു മോക്ക് ടെസ്റ്റിൻ്റെ ഒരു ലിങ്ക് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഈ എക്സാം എഴുതുന്നുള്ളവർക്ക് എങ്ങനെയായിരിക്കും ഈ ഒരു ഓൺലൈൻ എക്സാം, അതായത് ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എങ്ങനെയായിരിക്കും എന്ന് അറിയത്തില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു SSC റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് എങ്ങനെയായിരിക്കും നിങ്ങളുടെ ആ ഒരു ഓൺലൈൻ എക്സാം നടക്കുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. എങ്ങനെയാണ് ആ ഒരു പോർട്ടൽ യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് ഞാനിന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം. ഇത് എങ്ങനെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ എക്സാം സെൻറ്ററിന് നിങ്ങൾക്ക് ഈ ഒരു അഡ്മിറ്റ് കാർഡ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു, അഡ്മിറ്റ് കാർഡ് എന്ന് വരും. നിങ്ങൾക്ക് എക്സാം ഡേറ്റ് എന്നാണോ ആ എക്സാം ഡേറ്റിന് നിന്ന് 5 ദിവസം മുമ്പായിട്ട് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരുള്ളൂ. അന്നേ നിങ്ങൾക്ക് ഏത് സെൻറ്ററിൽ വെച്ചാണ് എക്സാം എന്ന് അറിയാൻ പറ്റുള്ളൂ. അതുവരെ നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിലാണ് നിങ്ങൾക്ക് ആ ഒരു പറഞ്ഞിരിക്കുന്ന ആ ഡിസ്ട്രിക്റ്റ് മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് 5 ദിവസം മുമ്പേ ആയിട്ട് നിങ്ങൾക്ക് ഈ അഡ്മിറ്റ് കാർഡ് അവർ തരും. ഈ അഡ്മിറ്റ് കാർഡ് അതിൻ്റെ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കും എവിടെ വെച്ചായിരിക്കും എക്സാം, ഏത് സെൻറ്ററിൽ വെച്ചായിരിക്കും നിങ്ങൾക്ക് എക്സാം എന്ന് പറയുന്നത്. അപ്പം എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എക്സാമിന് നിങ്ങൾ മാക്സിമം നേരത്തെ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ പോകണം. അവസാന നിമിഷം, അതായത് എക്സാം തുടങ്ങാൻ ഒരു അരമണിക്കൂർ മുമ്പേ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ ഒരു അരമണിക്കൂറിന് മുമ്പേ തന്നെ എക്സാം സെൻറ്ററിൽ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ നിങ്ങൾ പോകണം. നേരത്തെ എത്താൻ പറ്റുന്ന പോലെ തന്നെ നിങ്ങൾ പോകേണ്ട ആവശ്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല, ട്രാഫിക്ക് വരാം, പല റീസൺസും കാണാം. അപ്പോൾ അതുകൊണ്ട് എത്രയും നേരത്തെ നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ആ അഡ്മിറ്റ് കാർഡിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കും നിങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകണം, എങ്ങനെയായിരിക്കും ഡ്രസ്സിങ് കോഡ്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും, നിങ്ങൾ എന്തൊക്കെ വാച്ച് കെട്ടാമോ ഇല്ലയോ, അതുപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെ കൊണ്ടുപോകണം, ഫോട്ടോസ് കൊണ്ടുപോകണം, ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ അഡ്മിറ്റ് കാർഡിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കും. അപ്പം ആദ്യത്തെ 16-ാം തീയതി എക്സാം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ 16-ാം തീയതി എക്സാം തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു അഡ്മിറ്റ് കാർഡ് വരും. ഈ 16-ാം തീയതി എക്സാമിനുള്ള അഡ്മിറ്റ് കാർഡ് എന്നാണോ വരുന്നത് ആ ദിവസം തന്നെ ഞാൻ അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പോർട്ടൽ എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇങ്ങനെയായിരിക്കും നിങ്ങൾ എക്സാം സെൻറ്ററിൽ പോയി ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ നിങ്ങളെ പിടിച്ചിരുത്തുമ്പോഴത്തേക്കും കാണുന്നത്. ഇവിടെ നിങ്ങളെ സിസ്റ്റം കോഡും കാണും, അതുപോലെ തന്നെ നിങ്ങളുടെ പേരും ഇവിടെ എഴുതിയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ എക്സാം SSC GD എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ലോഗിൻ ഇതാണ്, എന്താ പറയുക, നിങ്ങൾക്ക് ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, നിങ്ങൾക്ക് ഒരിക്കലും കീബോർഡൊക്കെ ലോക്ക്ഡ് ആയിരിക്കും, കീബോർഡൊക്കെ ഡിസേബിൾഡ് ആയിരിക്കും. കീബോർഡൊന്നും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് മൗസിൻ്റെ ലെഫ്റ്റ് ക്ലിക്ക് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, റൈറ്റ് ക്ലിക്ക് പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. വെറും ലെഫ്റ്റ് ക്ലിക്ക് മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇതായിട്ടുള്ളത്, എനേബിൾ ആയിട്ടുള്ളത്. ബാക്കി എല്ലാം ഡിസേബിൾഡ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ യൂസർ നെയിമിൻ്റെ സ്ഥലത്ത് നിങ്ങളുടെ റോൾ നമ്പർ അടിക്കണമായിരിക്കും. ഓക്കെ, നിങ്ങളുടെ റോൾ നമ്പർ ആയിരിക്കും അടിക്കേണ്ടി വരുന്നത്. അതായത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ID, നിങ്ങൾ SSC GDക്ക് ഏതാണോ രജിസ്ട്രേഷൻ ID, അതായത് നിങ്ങൾ ഈ SSCയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ രജിസ്ട്രേഷൻ ID എന്ന് പറയുന്നത്. എല്ലായിടത്തും അത് തന്നെയാണ്. ഓക്കെ, ഏതൊരു എക്സാമിന് പോയാലും നിങ്ങളുടെ സെയിം രജിസ്ട്രേഷൻ ID തന്നെ ആയിരിക്കും. ആ IDയും കൊടുക്കണം. ഇവിടെ നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും കൊടുക്കേണ്ടി വരുന്നത്. അതവർ പറയും ഏതാണ് ഇവിടെ പാസ്വേഡ് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പം ആ പാസ്വേഡ് നിങ്ങൾ അടിക്കുക. അതിനുശേഷം കറക്റ്റ് ടൈം ആകുമ്പോഴത്തേക്കും ഇവിടെ സൈനിങ് കൊടുക്കുക. അപ്പം സൈനിങ് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ നിങ്ങളുടെ ഫോട്ടോ വരും. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ഫോട്ടോ വരും, ഇവിടെ നിങ്ങളുടെ പേര്, ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളും വരും. അപ്പം എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ മോക്ക് ടെസ്റ്റ് നടത്തിയപ്പോഴായാലും എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആരും ഇൻസ്ട്രക്ഷൻ വായിക്കത്തില്ല. ഡയറക്റ്റ് അങ്ങ് കയറി നെക്സ്റ്റ് എല്ലാം കൊടുത്ത് അങ്ങ് അകത്ത് കയറി എക്സാം എഴുതാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഡീറ്റെയിൽ വായിക്കണം. ഈ ഒരു ഇൻസ്ട്രക്ഷൻ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്, എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സപ്പോസ് ഇതിൻ്റെ അകത്ത് ഓട്ടോ സബ്മിറ്റ് ഇല്ല, ഞാൻ ഓട്ടോ സബ്മിറ്റ് വച്ചിട്ടില്ലായിരുന്നു എൻ്റെ അകത്ത്. അപ്പോൾ എൻ്റെ ഓട്ടോ സബ്മിറ്റ് വയ്ക്കാത്തതുകൊണ്ട് മിക്കവരും വിചാരിച്ച് ഓട്ടോ സബ്മിറ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സബ്മിറ്റ് ചെയ്യാതിരുന്നു. അങ്ങനെ അവർക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ, അതായത് അവരുടെ റിസൾട്ട് കാണാൻ പറ്റിയില്ല. പക്ഷേ ഇവിടെ ഓട്ടോ സബ്മിറ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഈ ഒരു ഓട്ടോ സബ്മിറ്റ്
ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ മോക്ക് ടെസ്റ്റിൽ വച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ആരും വായിച്ചില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് മിക്കവർക്കും സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇൻസ്ട്രക്ഷൻ പറയുന്നത്, ഈ ഇൻസ്ട്രക്ഷൻ എല്ലാം വായിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രക്ഷനിൽ പറയുന്നത് ഇതിന് നിങ്ങൾക്ക് ഒരു കൂളിംഗ് ടൈം തരും. ആ ടൈമിൽ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഞാനിവിടെ വായിക്കാം. ഇതിൻ്റെ അകത്ത് ഇതേ സെയിം സാധനം തന്നെയായിരിക്കും അവിടെയും വരുന്നത്, എന്നാലും ഒന്നും കൂടെ നിങ്ങൾ അവിടെ വായിച്ച് വയ്ക്കുക. ദ ക്ലോക്ക് വിൽ ബി സെറ്റ് അറ്റ് സെർവർ. ഓക്കെ, സെർവറിലായിരിക്കും ഈ ഒരു ക്ലോക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ മോക്ക് ടെസ്റ്റ് എങ്ങനെയാണോ എഴുതിയത് അതുപോലെയാണ് നമ്മൾ ടൈം സെറ്റ് ചെയ്തിരിക്കും. ആ ടൈമിനായിരിക്കും നിങ്ങൾ എക്സാം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ആ ഒരു ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുന്ന ടൈമാണ്. ആ സമയത്തിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. ദ ക്ലോക്ക് വിൽ ബി സെറ്റ് അറ്റ് ദി സെർവർ. ദി കൗണ്ട് ഓൺ ടൈമർ ഇൻ ദ ടോപ്പ് റൈറ്റ് കോർണർ ഓഫ് ദി സ്ക്രീൻ വിൽ ബി ഡിസ്പ്ലേഡ്. ഓക്കെ, ടോപ്പ് റൈറ്റ് കോർണറിൽ, അതായത് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ടൈമർ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളതിലാണെന്നുണ്ടെങ്കിലും ഏറ്റവും ടോപ്പിൽ നമ്മൾ ടൈമർ കൊടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എത്ര മിനിറ്റ് ബാക്കിയുണ്ടെന്നുള്ള കാര്യം. ഓക്കെ, ഡിസ്പ്ലേഡ് ഓൺ ദി റിമൈനിങ് ടൈം വിൽ ബി അവൈലബിൾ ഫോർ യു ടു കംപ്ലീറ്റ് ദി എക്സാമിനേഷൻ. ബാക്കി സമയം എത്ര സമയം നിങ്ങൾക്ക് എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ വേണമെന്നുള്ള കാര്യം അതവിടെ എത്ര ടൈം അവിടെ കൗണ്ട് ഡൗൺ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. അതായത് 10, 9, 8, 7 ആ ഒരു രീതിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഓക്കെ, വെൻ ദ ടൈമർ റീച്ചസ് ദി 0. ഓക്കെ, ടൈമർ 0 ആകുമ്പോഴത്തേക്കും ദ എക്സാമിനേഷൻ വിൽ ബി എൻഡ് ബൈ ഇറ്റ് സെൽഫ്. ഓക്കെ, എക്സാമിനേഷൻ ഓട്ടോമാറ്റിക്കലി എൻഡ് ആവും. യു വിൽ നോട്ട് ബി റിക്വയർഡ് ടു എൻഡ് ഓർ സബ്മിറ്റ് യുവർ എക്സാമിനേഷൻ. നിങ്ങൾ എൻഡ് ചെയ്യാനോ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി അത് സബ്മിറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ മോക്ക് ടെസ്റ്റിലാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്മിറ്റ് ചെയ്യുക. ഞാൻ അതിന് വേണ്ടി 2 മിനിറ്റ് ബഫർ ടൈം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ ഓട്ടോ സബ്മിറ്റ് കൊടുക്കാത്ത തന്നെ. ഓക്കെ, അപ്പോൾ അടുത്തിവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മെയിൻ എക്സാമിനാണെന്നുണ്ടെങ്കിൽ ഓട്ടോ സബ്മിറ്റ് ഉണ്ട്. നിങ്ങൾ സബ്മിറ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി സബ്മിറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെയാണ് എക്സാം കഴിയുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ സബ്മിറ്റ് ചെയ്യാം. നിങ്ങൾ അതേ സമയത്തിന് ഈ അവസാന നിമിഷം വരെ നിങ്ങൾ എക്സാം എഴുതണമെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഈ 90 മിനിറ്റ് എക്സാം എഴുതി കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഏതാണോ എഴുതിയിരിക്കുന്ന ആൻസേഴ്സ് അതെല്ലാം റെക്കോർഡ് ആവുന്നതായിരിക്കും. ഓക്കെ, ദ ക്വസ്റ്റ്യൻ പാലറ്റ് ഡിസ്പ്ലേഡ് ഓൺ ദി റൈറ്റ് സൈഡ് ഓഫ് ദി സ്ക്രീൻ വിൽ ഷോ ദി സ്റ്റാറ്റസ് ഓഫ് ഈച്ച് ക്വസ്റ്റ്യൻ യൂസിങ് ദി ഫോളോയിങ് സിമ്പൽ. ഓക്കെ, അപ്പം ഈ സൈഡിൽ, ഈ റൈറ്റ് സൈഡിലായിരിക്കും നിങ്ങളുടെ ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം കാണിച്ചിരിക്കുന്നത്. അതായത് ഇപ്പം സെക്ഷൻ 1 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീസണിങ് ആണ്, സെക്ഷൻ 2 എന്ന് പറഞ്ഞാൽ ജനറൽ നോളജ് ആണ്, അതുപോലെ തന്നെ സെക്ഷൻ 3 എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ആണ്, സെക്ഷൻ 4 എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ആണ്. അപ്പം ഓരോ സെക്ഷനിൽ നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കും 25 ക്വസ്റ്റ്യൻ വെച്ച് ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കും. ഇത് ഈ ഒരു പാലറ്റിൻ്റെ അകത്ത് ഇത് കാണിച്ചിരിക്കും. അതുപോലെ തന്നെ ആ ഓരോ ക്വസ്റ്റ്യനിൽ ഈ 5 കാര്യങ്ങൾ മാർക്ക് ചെയ്തിരിക്കും. ഈ 5 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഓരോന്ന് എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇത് സൂചിപ്പിക്കുന്ന, അതായത് ഈ ഒരു കളറിലാണ് ഇത് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യനെ നോക്കിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അടുത്ത് ഈ ഒരു സിമ്പലാണ് ഇതിൽ കാണിക്കുന്നതെങ്കിൽ യു ഹാവ് നോട്ട് ആൻസേർഡ് ദി ക്വസ്റ്റ്യൻ. നിങ്ങൾ അതിൻ്റെ അകത്ത് കയറി ക്വസ്റ്റ്യൻ നോക്കി, പക്ഷേ നിങ്ങൾ ആൻസർ ഒന്നും കൊടുത്തില്ല. അതാണ് ഈ സിമ്പൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. ഈ പച്ച കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അടുത്ത് 4ാമത്തെ ഈ ഒരു സിമ്പലാണ് കാണിക്കുന്നതെങ്കിൽ യു ഹാവ് നോട്ട് ആൻസേർഡ് ദി ക്വസ്റ്റ്യൻ ബട്ട് ഹാവ് മാർക്ക് ദ ക്വസ്റ്റ്യൻ ഫോർ റിവ്യൂ. ഓക്കെ, നിങ്ങൾ ആൻസർ കൊടുത്തിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പിന്നീട് സമയം കിട്ടുമ്പോൾ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിവ്യൂ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ അറിയാം, പക്ഷേ സമയമില്ല, അതുകൊണ്ട് ലാസ്റ്റ് നോക്കാം എന്നുള്ള രീതിയിൽ വരുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ കൊടുത്തിട്ടില്ല, പക്ഷേ നിങ്ങൾ റിവ്യൂ കൊടുത്തിട്ടുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സിമ്പിൾ യൂസ് ചെയ്യുന്നത്. അടുത്ത് ഈ ഒരു സിമ്പിൾ, ഈ 5ാമത്തെ സിമ്പിൾ എന്ന് പറയുന്നത് ദ ക്വസ്റ്റ്യൻ ആൻസേർഡ് ആൻഡ് മാർക്ക്ഡ് ഫോർ റിവ്യൂ. ഓക്കെ, നിങ്ങൾ ആൻസറും ചെയ്തിട്ടുണ്ട്, പക്ഷേ റിവ്യൂവിന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉറപ്പില്ല, ആൻസർ കൊടുത്തിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഉറപ്പില്ല അത് കറക്റ്റ് ആണോ എന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാനാണ് ആ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദി മാർക്ക്ഡ് ഫോർ റിവ്യൂ സ്റ്റാറ്റസ് ഫോർ ദി ക്വസ്റ്റ്യൻ സിംപ്ലി ഇൻഡിക്കേറ്റ്സ് ദാറ്റ് യു വുഡ് ലൈക്ക് ടു ലുക്ക് അറ്റ് ദി ക്വസ്റ്റ്യൻ അഗെയിൻ. പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് മാർക്ക്ഡ് ഫോർ റിവ്യൂ നിങ്ങൾ സ്റ്റാറ്റസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത് യു ക്ലിക്ക് ദി യു ക്യാൻ ക്ലിക്ക് ദി ആരോ, അതായത് റൈറ്റിലോട്ടുള്ള ഒരു ആരോ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം, വിച്ച് അപ്പിയേഴ്സ് ടു ദി ലെഫ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻ പാലറ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ പാലറ്റിൻ്റെ ലെഫ്റ്റിൽ നിങ്ങൾക്ക് ഒരു ആരോ കാണാം, അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം ടു കൊളാപ്സ് ദി ക്വസ്റ്റ്യൻ പാലറ്റ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ പാലറ്റ് നിങ്ങൾക്ക് കൊളാപ്സ് ചെയ്യാൻ വേണ്ടി റൈറ്റിലോട്ടുള്ളൊരു ആരോ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡിൽ ഇങ്ങനെ ക്വസ്റ്റ്യനൊക്കെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകും. ഓക്കെ, അതായത് ഇത് ക്ലോസ് ആവും, എന്നിട്ട് ഇവിടെ ക്വസ്റ്റ്യൻ ഫുള്ള് ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, ടു ക്ലോസ് ദി ക്വസ്റ്റ്യൻ പാലറ്റ്
thereby maximizing the question window. Okay, question window maximize ചെയ്യാനാണ് അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ടു വ്യൂ ദി ക്വസ്റ്റ്യൻ പാലറ്റ് അഗെയിൻ യു ക്യാൻ ക്ലിക്ക് ദി റൈറ്റ് ആരോ. ഓക്കെ, അത് ആ ഒരു പാലറ്റ് നിങ്ങൾക്ക് വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു റൈറ്റ് ആരോയിൽ ക്ലിക്ക് ചെയ്താൽ മതി, തിരിച്ച് വീണ്ടും ആ ഒരു പാലറ്റ് വരും. ഓക്കെ, you can click on your profile image on the top right corner of the screen to change the language during the exam for entire question paper. ഓക്കെ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് പരീക്ഷയുടെ ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് ലാംഗ്വേജ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റൈറ്റ് കോർണറിൻ്റെ അകത്താണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ലാംഗ്വേജ് കാണിച്ചിരിക്കുക, ആ ലാംഗ്വേജ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ആർക്കും ചേഞ്ച് ചെയ്യേണ്ടി വരുമെന്ന്, എല്ലാവരും ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും എക്സാം എഴുതുന്നത്. ഓക്കെ, നമ്മുടെ മലയാളികളുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ you can click on your profile image on the right corner of it, change the language. Okay, അടുത്ത you can click down arrow to navigate to the bottom and top arrow to navigate the top of the question area. Okay, നിങ്ങൾക്ക് സപ്പോസ് നിങ്ങൾക്കിപ്പം ഇതിപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ വായിക്കുന്നു, ഇതിനെ നിങ്ങൾക്ക് സ്ക്രോളർ വെച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും മുകളിലോട്ടും താഴോട്ടും പോകാം, ഇല്ലെന്നുണ്ടെങ്കിൽ ആരോ വെച്ചിട്ട് നിങ്ങൾക്ക് താഴോട്ടും മുകളിലോട്ടും നിങ്ങൾക്ക് പോകാൻ പറ്റും. അതായത് ഈ രണ്ട് ആരോ സ്ക്രീനിൽ കാണിച്ചിരിക്കും, ആ സ്ക്രീനിലെ ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും താഴോട്ട് പോകും. ഓക്കെ, അത് നിങ്ങൾ സ്ക്രോൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അടുത്ത് നാവിഗേറ്റിംഗ് ടു ദ ക്വസ്റ്റ്യൻ. ടു ആൻസർ എ ക്വസ്റ്റ്യൻ ഡു ദ ഫോളോയിങ്. ഒരു ആൻസർ ചെയ്യാൻ വേണ്ടി, ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാൻ വേണ്ടി ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ക്ലിക്ക് ഓൺ ദി ക്വസ്റ്റ്യൻ നമ്പർ ഇൻ ദ ക്വസ്റ്റ്യൻ പാലറ്റ് അറ്റ് ദി right of your screen to go to the numbered question directly by selecting the answer to this question, and therefore going to the next question directly from the question palette does not save your answer to the current question. ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യന് അതിൽ വിസിറ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ആൻസർ സേവ് ആവത്തില്ല. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ക്ലിക്ക് ഓൺ ദി സേവ് ആൻഡ് നെക്സ്റ്റ് ടു സേവ് യുവർ ആൻസർ. നിങ്ങൾ ആൻസർ ചെയ്ത കാര്യം, ഓക്കെ, നിങ്ങൾക്ക് ആൻസർ എഴുതിയത് പക്കയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വേണം ചെയ്യാൻ. ഓക്കെ, സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ ചെയ്തെന്നാണ് അർത്ഥം. ഓക്കെ, അത് റിവ്യൂ അല്ല ഇട്ടിരിക്കുന്നത്, അത് സേവ് ആൻഡ് നെക്സ്റ്റ് നിങ്ങൾ എന്തായാലും കൊടുക്കണം. ഓക്കെ, ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആൻസർ ഏതാണോ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പക്കയായിട്ടുള്ള ആൻസർ, ആ ഒരു ആൻസർ കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കണം. ഓക്കെ, അടുത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പില്ല, പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അത് നോക്കണമെന്നുണ്ടെങ്കിൽ മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുത്താലും മതി. ഓക്കെ, അടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ പ്രൊസീജിയർ ഫോർ ആൻസറിങ് എ മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻ. ടു സെലക്ട് ദി ആൻസർ ക്ലിക്ക് ഓൺ ദി ബട്ടൺ ഓഫ് വൺ ഓഫ് ദി ഓപ്ഷൻ. അപ്പോൾ 4 ഓപ്ഷൻ തന്നിരിക്കും, ഈ 4 ഓപ്ഷനിൽ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ ഏതാണോ ആ ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. ടു ഡിസെലക്ട് യുവർ ചൂസൺ ആൻസർ ക്ലിക്ക് ഓൺ ദി ബോട്ടം ഓഫ് ദി ചൂസൺ ഓപ്ഷൻ അഗെയിൻ ഓർ ക്ലിക്ക് ഓൺ ദി ക്ലിയർ റെസ്പോൺസ്. അവിടെ ക്ലിയർ റെസ്പോൺസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി, അതിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ പോകുന്നതായിരിക്കും. ഓക്കെ, അത് ടു ചേഞ്ച് യുവർ ആൻസർ ക്ലിക്ക് ഓൺ ദി ബട്ടൺ ഓഫ് ദി അനദർ ഓപ്ഷൻ. നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി ഒരെണ്ണം സെലക്ട് ചെയ്തു, പക്ഷേ അതിൻ്റെ മുകളിലത്തെയാണ് ആൻസർ എന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ടു സേവ് യുവർ ആൻസർ യു മസ്റ്റ് ക്ലിക്ക് ഓൺ ദി സേവ് ആൻഡ് നെക്സ്റ്റ് ബട്ടൺ. സേവ് ആൻഡ് നെക്സ്റ്റ് ബട്ടണിൽ കൊടുത്താൽ മാത്രമേ നിങ്ങൾ ആൻസർ ചെയ്തത് സേവ് ആകത്തുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ മാർക്ക് ഫോർ റിവ്യൂ അങ്ങനെയാണ്. ഓക്കെ, അടുത്ത് നെഗറ്റീവ് നാവിഗേറ്റിംഗ് ത്രൂ സെക്ഷൻ. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾക്ക് പറയേണ്ടതെന്ന് പറഞ്ഞാൽ സെക്ഷൻസ് നാവിഗേറ്റ് ചെയ്യാനാണ്. അതായത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ 4 സെക്ഷനുണ്ട്, ഈ 4 സെക്ഷനിൽ ഓരോ സെക്ഷനിൽ 25 ക്വസ്റ്റ്യൻ മാത്രമേ ഇവിടെ കാണിക്കത്തുള്ളൂ. ഓക്കെ, അല്ലാതെ 100 ക്വസ്റ്റ്യന് ഒരുമിച്ച് ഇതിൻ്റെ അകത്ത് കാണിക്കത്തില്ല, 25 ക്വസ്റ്റ്യൻ മാത്രമേ ഒരു സെക്ഷൻ്റെ അകത്തുള്ളത് ഈ സൈഡിൽ പാലറ്റിൽ കാണിക്കത്തുള്ളൂ. അടുത്ത് നിങ്ങൾക്ക് ഇവിടെ തന്നെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണിക്കും. അടുത്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യാം, ജനറൽ നോളജ് പോകണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യാം, മാത്തമാറ്റിക്സ് പോകണമെന്നുണ്ടെങ്കിൽ അതിലും ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് ഒരു നമുക്ക് സെക്ഷൻ ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഇൻസ്ട്രക്ഷനിൽ പറയുന്നതെന്നുള്ള കാര്യം. ഇത് നിങ്ങളിപ്പം മനസ്സിലാക്കി വെച്ചെന്നാൽ അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് വലുതായിട്ട് നോക്കേണ്ടി വരത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഈ സെയിം സാധനം തന്നെയായിരിക്കും അവിടെ എഴുതി കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തിവിടെ നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എത്ര പാർട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, ഈ പാർട്ടിൽ വന്നിട്ട് നിങ്ങൾക്കിവിടെ ഈ 4 പാർട്ടിൽ ഈ 3 പാർട്ടും വന്നിട്ട് നിങ്ങൾ കമ്പൽസറി ആയിട്ട് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഇപ്പോൾ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ആണെന്നുണ്ടെങ്കിലും ജനറൽ നോളജ് ആണെന്നുണ്ടെങ്കിലും എലമെൻ്ററി മാത്തമാറ്റിക്സ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ കമ്പൽസറി ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യേണ്ടതാണ്. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യുക, വേണ്ടെന്നുണ്ടെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യേണ്ട. ഓക്കെ, ഇത് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാതെ ഈ ഓപ്ഷണൽ ഇംഗ്ലീഷ് പാർട്ട് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തു, അടുത്ത ജനറൽ നോളജ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തു, ബാക്കി 2 നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് സ്കോർ വരുന്നതായിരിക്കില്ല, നിങ്ങൾ അതിൽ നിന്ന് കട്ടായി പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പം ജനറൽ ഇൻ്റലിജൻസ്
ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങും ജനറൽ നോളജും മാത്തമാറ്റിക്സും നിങ്ങൾ കമ്പൽസറി ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ മാത്രം ചെയ്താൽ മതി. ഓക്കെ, ഒന്നും അറിഞ്ഞുകൂടാതെ ഇരിക്കത്തില്ലല്ലോ, നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ആൻസർ അറിയായിരിക്കുമല്ലോ. അതുകൊണ്ട് ഈ 3 സെക്ഷനും നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ 90 മിനിറ്റാണ്. ഓക്കെ, അതായത് 1.5 മണിക്കൂർ നിങ്ങൾക്ക് കിട്ടും 100 ക്വസ്റ്റ്യൻ. ഓക്കെ ഓക്കെ, സെക്ഷൻ 1 to 3 ഈസ് മാൻഡേറ്ററി. ഞാൻ പറഞ്ഞ പോലെ ഈ 3 സെക്ഷനും മാൻഡേറ്ററിയാണ്. സെക്ഷൻ 4 ആൻഡ് സെക്ഷൻ 5 ആർ ഓപ്ഷണൽ. യു ഹാവ് ടു ചൂസ് വൺ ഓഫ് ദി സെക്ഷൻ. ഐദർ 4 ഈസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് സെക്ഷൻ 5 ഈസ് ഹിന്ദി ലാംഗ്വേജ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി സെലക്ട് ചെയ്യാം. ഓക്കെ, ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടതാണ്. അതായത് എല്ലാവരും മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട 3 സെക്ഷൻസാണ് റീസണിങ്, ജനറൽ നോളജ്, എലമെൻ്ററി മാത്തമാറ്റിക്സ്. ഇത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്. ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ താഴെ വന്നിട്ട് ഇവിടെ ചൂസ് ചെയ്യുക ഡിഫോൾട്ട് ലാംഗ്വേജ് കൊടുക്കണം. ചൂസ് ചെയ്യുക ഡിഫോൾട്ട് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷാണ്. ഓക്കെ, നമ്മൾ മലയാളികളുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഹിന്ദി അറിയാമെന്നുള്ളവർക്ക് ഹിന്ദി കൊടുക്കാം. അതായത് ഹിന്ദി ലാംഗ്വേജ് വായിച്ച് കാര്യം മനസ്സിലാക്കാനുള്ള ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഹിന്ദി നിങ്ങൾക്ക് കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഈ ഒരു ചെക്ക് ബട്ടൺ കൊടുക്കണം. ഐ ഹാവ് റെഡ് ദി അണ്ടർസ്റ്റുഡ്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ വായിച്ചു എന്നുള്ള കാര്യങ്ങൾ പറയുന്നതാണ് ഇത്. ഓക്കെ, അതിനുശേഷം ഐ ആം റെഡി ടു ബിഗിൻ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എക്സാം സ്ക്രീൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് എക്സാം സ്ക്രീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് എക്സാം സ്ക്രീൻ വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇവിടെ എല്ലാം കാണാം. ഈ ഒരു സ്ക്രീനിലായിരിക്കും നിങ്ങൾക്ക് എക്സാം എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ പാർട്ട് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങും ജനറൽ നോളജ്, എലമെൻ്ററി മാത്തമാറ്റിക്സും കമ്പൽസറിയാണ്, മാൻഡേറ്ററിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി നിങ്ങൾക്ക് ഏത് വേണോ നിങ്ങൾക്ക് ഇതിൽ ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഹിന്ദി വേണമെന്നുണ്ടെങ്കിൽ ഹിന്ദി ചൂസ് ചെയ്യാം, ഇംഗ്ലീഷ് വേണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇവിടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ആണ്. ഈ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കാണിക്കും. ഓക്കെ, അതുപോലെ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഈ പച്ച കളറിൽ കാണിച്ച ആൻസർ ചെയ്തിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇതെന്ന് പറഞ്ഞാൽ ആൻസർ ചെയ്തിട്ടില്ല, പക്ഷേ നിങ്ങൾ അതിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടേ ഇല്ല, ഇതേപോലെ കിടക്കും. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസിലൊന്നും നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വരും. അതുപോലെ തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൻസർ ചെയ്തിട്ട് മാർക്ക്ഡ് ഫോർ റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വരും. ഓക്കെ, പക്ഷേ നിങ്ങൾ മാർക്ക്ഡ് ഫോർ റിവ്യൂ കൊടുത്തതിന് ശേഷം നിങ്ങൾ ഫൈനലി നിങ്ങൾ ടൈം കഴിയുമ്പോഴത്തേക്കും ഈ മാർക്ക്ഡ് ഫോർ റിവ്യൂവിന് കൊടുത്തതിന് നിങ്ങൾ മാർക്കിൽ കൺസിഡർ ചെയ്യും. ഓക്കെ, നിങ്ങൾ ആൻസർ ചെയ്തതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസറിൻ്റെ ഉള്ള മാർക്കും കാൽക്കുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ആൻസർ ചെയ്തിട്ട് മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തതിൻ്റെ ആൻസറിൻ്റെ മാർക്കും കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ആ 2 കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ആൻസർ ചെയ്തതിനുള്ള മാർക്കും കാൽക്കുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ആൻസർ ചെയ്തിട്ട് മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തതിൻ്റെ ആൻസറിൻ്റെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പം നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ 0.25 ആണ്. നിങ്ങൾക്കിപ്പം 5 മാർക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 6ാമത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ തെറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കിട്ടിയ 5 മാർക്കിൽ നിന്ന് 0.25 നിങ്ങൾക്ക് കുറയ്ക്കുന്നതായിരിക്കും. ഓക്കെ, അതാണ് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇതുണ്ട്, ഈ ഒരു ആരോ ഉണ്ട്. ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാലറ്റ് നിങ്ങൾക്ക് അങ്ങോട്ട് പോകേണ്ടതാണ്. ഓക്കെ, ഈ പാലറ്റ് അങ്ങോട്ട് പോകും. പക്ഷേ ഇത് എനിക്ക് കൊണ്ട് ഡെമോ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത് വർക്കാവാത്തത്. ഒറിജിനലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിൻ എക്സാമിനാണെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാലറ്റ് അകത്തോട്ട് പോകും. അതിൽ അപ്പോഴത്തേക്കും തിരിച്ച് ഇങ്ങോട്ടുള്ള ലെഫ്റ്റ് ആരോ വരും, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും തിരിച്ച് ഈ പാലറ്റ് വരും. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ സെക്ഷൻ എ വന്നിട്ട് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ 25 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പം നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, അറിഞ്ഞുകൂടാ നിങ്ങൾ, പക്ഷേ ഈ ക്വസ്റ്റ്യൻ കണ്ടു, അതുകൊണ്ടാണ് ഇത്. അടുത്ത 2ാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കണ്ടു, അടുത്ത് നിങ്ങൾ എന്താ പറയുക, ഇതിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ എ കൊടുത്തെന്ന് വിചാരിച്ചോ. ഓക്കെ, ഓപ്ഷൻ എ കൊടുത്തതിന് ശേഷം നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് പച്ചയാവും. കണ്ടോ? അടുത്ത 3ാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എ ആണ് ഓപ്ഷൻ കൊടുത്തതെന്നുണ്ടെങ്കിൽ അടുത്ത് നിങ്ങൾ മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ കളറിലാവും. ഓക്കെ, ഈ കളറിലാവും. എന്തുകൊണ്ടാണ്? അത് നിങ്ങൾ ആൻസറും ചെയ്ത് മാർക്ക്ഡ് ഫോർ റിവ്യൂവും കൊടുത്ത്. അപ്പം ഓർക്കുക, അവസാനം നിങ്ങളുടെ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ആൻസർ പക്കയായിട്ട് ആൻസർ ചെയ്ത് അതിൻ്റെ മാർക്കും കൂട്ടും, ഈ മാർക്ക്ഡ് ഫോർ റിവ്യൂവും കൊടുക്കും. മാർക്ക്ഡ് ഫോർ റിവ്യൂവിൻ്റെ ആൻസർ നിങ്ങൾക്ക് എന്താ പറയുക കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അതാണ് അതിൻ്റെ കാര്യം. ഇപ്പം നിങ്ങൾ ഒന്നും ചൂസ് ചെയ്യാതെ മാർക്ക്ഡ് ഫോർ റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ കളർ വരും. ഓക്കെ,
മാർക്ക്ഡ് ഫോർ റിവ്യൂ മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് പിന്നെ എപ്പോഴെങ്കിലും ആ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തത്. പക്ഷേ നിങ്ങൾ ആൻസർ കൊടുത്തിട്ടില്ല. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആൻസർ കൊടുത്തിട്ടാണ് മാർക്ക്ഡ് ഫോർ റിവ്യൂ കൊടുത്തത്. അതുകൊണ്ടാണ് ഈ പച്ച അടിയിൽ കാണിക്കുന്നത്. ഓക്കെ, അടുത്ത് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കാത്ത ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അടുത്ത് നിങ്ങൾ 18 പോയെന്ന് പറഞ്ഞാൽ അടുത്ത് നിങ്ങൾ ഓപ്ഷൻ ബി കൊടുത്തെന്ന് വിചാരിച്ചോ, അടുത്ത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പച്ച കളറാവും. ഓക്കെ, ഇതാണ് സംഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്ത് നിങ്ങൾക്ക് വേറെ സെക്ഷനിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത് റീസണിങ് സെക്ഷനാണ്. അടുത്ത് ജനറൽ നോളജ് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അടുത്ത് ജനറൽ നോളജ് സെക്ഷനിൽ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ. ആൻസറും നോട്ട് ആൻസറും നോട്ട് വിസിറ്റഡും മാർക്ക്ഡ് ഫോർ റിവ്യൂയും ആൻസർ ആൻഡ് മാർക്ക്ഡ് ഫോർ റിവ്യൂ എല്ലാം നേരത്തെ കണ്ടതുപോലെ തന്നെയാണ്. അടുത്ത് മാത്തമാറ്റിക്സിലാണെന്നുണ്ടെങ്കിലും അങ്ങനെയാണ്. 25 ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പാർട്ട് ഡി വന്നിട്ട് നിങ്ങൾക്ക് ഓപ്ഷനലാണ്, നിങ്ങൾക്ക് ഏത് വേണോ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇംഗ്ലീഷ് സെലക്ട് ചെയ്തെന്ന് വെച്ചു. ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 25 ക്വസ്റ്റ്യൻ കിട്ടും, അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ടൈമർ റൺ ചെയ്യുന്നതായിരിക്കും. അവസാനം ടൈം ഇവിടെ 90 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും, അതായത് നിങ്ങൾക്ക് 00 ആകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി സബ്മിറ്റ് ആവുന്നതായിരിക്കും. നിങ്ങൾ എന്ത് റെസ്പോൺസാണോ ഇതിൻ്റെ അകത്ത് സെലക്ട് ചെയ്ത് അത് മൊത്തം സേവ് ആയിരിക്കുന്നതായിരിക്കും, അത് സബ്മിറ്റ് ആവുന്നതായിരിക്കും. നിങ്ങൾ നേരത്തെ എക്സാം നിങ്ങളെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, സബ്മിറ്റ് ബട്ടൺ വിൽ ബി എനേബിൾ ആഫ്റ്റർ 85.4. ഓക്കെ, എക്സാമിന് 5 മിനിറ്റ് മുമ്പേ മാത്രമേ 5 മിനിറ്റിന് ഓർക്കുക, എക്സാമിന് 5 മിനിറ്റ് മുമ്പേ മാത്രമേ സബ്മിറ്റ് ബട്ടൺ എനേബിൾ ആവുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മളെ മോക്ക് ടെസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എക്സാമിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ഡിസേബിൾ ആവും. ഓക്കെ, എക്സാമിന് മുമ്പേ നിങ്ങൾക്ക് എനേബിൾ ആയിരിക്കും, നിങ്ങൾക്ക് ഏത് സമയം വേണം സബ്മിറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് ഈ ഒരു ടൈം കഴിയാൻ 5 മിനിറ്റുള്ളപ്പോൾ മാത്രമേ സബ്മിറ്റ് ബട്ടൺ എനേബിൾ ആവുള്ളൂ. ആ സമയത്തിന് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അതുവരെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് സപ്പോസ് എല്ലാം കഴിഞ്ഞു, ടൈം കഴിഞ്ഞ് 00 ആകുമ്പോഴാണ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് സബ്മിറ്റ് ആയിക്കോളും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. പിന്നെ സബ്മിറ്റ് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ എക്സാം എല്ലാം കഴിഞ്ഞു, അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ഓൺലൈൻ എക്സാം, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം നിങ്ങൾ സെൻറ്ററിൽ പോയി എഴുതുമ്പോഴത്തേക്കും ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനൊരു മോക്കാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് വെച്ചാൽ നിങ്ങൾ മെയിൻ എക്സാം എഴുതുമ്പോൾ ആദ്യമായിട്ടാണ് എഴുതാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വലിയ ഇതൊന്നും തോന്നത്തില്ല. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത്. അടുത്ത് നാളെ നമ്മുടെ മോക്ക് ടെസ്റ്റ് വരുന്നതായിരിക്കും. രാത്രി 9 മണിക്കാണ് മോക്ക് ടെസ്റ്റ്. നാളെ രാവിലെ 12 മണി വരെ നിങ്ങൾക്ക് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം ഈ ഫ്രീ മോക്ക് ടെസ്റ്റിന്. അത് എഴുതുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നാളെ ഉച്ചയ്ക്ക് 12 മണി വരെ നിങ്ങൾക്ക് സമയമുണ്ട്, അതുവരെ ചെയ്യുക. അതിന് ശേഷമുള്ളവരെ കൺസിഡർ ചെയ്യുന്നതായിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കാര്യം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഈ SSC GD എക്സാം എഴുതുന്നവർക്ക് ഈ ഒരു വീഡിയോ റീച്ച് ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ, ജയ് ഹിന്ദ്.